ആ ഒരു ഗ്രാജുവേറ്റിൻ്റെ പോസ്റ്റിൻ്റെ അണ്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഏതൊക്കെ പോസ്റ്റാണെന്ന് നമുക്ക് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട്, അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ, ഏറ്റവും നല്ല പോസ്റ്റായ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. നമുക്ക് ആദ്യമേ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ഉം അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2ഉം. അതിൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ഉണ്ടോ ഇല്ലയോ നമുക്ക് നോട്ടിഫിക്കേഷൻ കൂടി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ക്ലിയർലി അറിയാൻ പറ്റൂ. നമുക്ക് ഒരാളുടെ റാങ്കും ഒരാളുടെ പോസ്റ്റ് ഒക്കെ തന്നെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു ജനറൽ അവയർനെസിൻ്റെ ഈ ഒരു ഏരിയ ആയിരിക്കും അത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. സോ അവിടുത്തെയും എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പാരഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലും അത്യാവശ്യം നല്ല സമയം എടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം, നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ ഒട്ടും തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്യില്ല. ഹായ്, വെൽക്കം ടു എൻറിയ. നമ്മുടെ RRB NTPC എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ റെയിൽവേയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. അതിൻ്റെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ മേ ബി ഇപ്പോൾ റിലീസും ആയിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഫൈനലി നമ്മൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, ഒരുപാട് പേര് ഒരുപാട് നാളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഫൈനലി വരാൻ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഷോർട്ട് നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് അതിൻ്റെ ഒരു ഏജ് ലിമിറ്റും എന്തൊക്കെ പോസ്റ്റാണ് അവിടെ വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു NTPC, നമ്മുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 2 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഇത് വരാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ഗ്രാജുവേറ്റിനും ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റിനും. നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് ഓപ്പൺ ആവും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ആവാൻ പോകുന്നത് 4/9/2024. നമ്മുടെ സെപ്റ്റംബർ 14 ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആവാൻ പോകുന്നത്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആവാൻ പോകുന്നത്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 13 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന പോസ്റ്റുകൾ എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ നേരത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചറിൽ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഒരു ഗ്രാജുവേറ്റ്സിൻ്റെ അണ്ടറിലേക്ക് വരുമ്പോഴത്തേന്ന് ഏതൊരു ഗ്രാജുവേഷൻ ഉള്ള ആൾക്കും എഴുതാൻ പറ്റും. ആ ഒരു ഗ്രാജുവേറ്റിൻ്റെ പോസ്റ്റിൻ്റെ അണ്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഏതൊക്കെ പോസ്റ്റാണെന്ന് നമുക്ക് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട്, അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ, ഏറ്റവും നല്ല പോസ്റ്റായ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. നമ്മൾ മുമ്പുള്ള നമ്മുടെ റെയിൽവേയുടെ വീഡിയോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഗുഡ്സ് ഗാർഡ് എന്നുള്ള പോസ്റ്റ് മാറിയിട്ട് നമുക്ക് അതിൻ്റെ പേര് ട്രെയിൻസ് മാനേജർ എന്നാവുന്നു. ഓൾറെഡി നമ്മൾ വളരെ നേരത്തെ തന്നെ നമ്മളൊരു 2-3 മാസം മുമ്പ് തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നോട്ടിഫിക്കേഷൻ വരാൻ നേരത്തെ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നാണ് ആ ഒരു പോസ്റ്റിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത്. അതുപോലെ ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റിൻ്റെ പോസ്റ്റ് ഉണ്ട്, അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൻ്റെ പോസ്റ്റ് ഉണ്ട്. ഇനി ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാജുവേഷൻ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു പേ സ്കെയിൽ ലെവൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇനിഷ്യൽ പേ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഇനിഷ്യൽ പേ മാത്രമാണ്, അതിൻ്റെ കൂടാണ് നമുക്ക് ബാക്കിയുള്ള അലവൻസുകളെല്ലാം തന്നെ വരുന്നത്. അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ തന്നെ അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതുപോലെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് റെയിൽവേയുടെ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ് നമുക്ക് ഓരോ കാറ്റഗറിക്കും പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇനി നമ്മൾ ഏജ് ലിമിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ NTPCയുടെ ഗ്രാജുവേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 33 ആണ്. പക്ഷേ ഓൾറെഡി നേരത്തെ തന്നെ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഈ വർഷം റെയിൽവേയുടെ എക്സാംസ് തുടങ്ങിയും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോവിഡ് കാരണം നമ്മുടെ ഈ വർഷം നടക്കുന്ന റെയിൽവേയുടെ എല്ലാ എക്സാമിനും എല്ലാവർക്കും ഇൻക്ലൂഡിങ് ജനറൽ കാറ്റഗറിക്ക് അടക്കം ഒരു 3 ഇയർ റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2025 നമ്മുടെ 2025 ജനുവരി 1 ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ വരെയാണ് 36 വരെയാണ് കൊടുത്തിരിക്കുന്നത്, 33ക്ക് പകരം 36. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതും ഇവിടെയും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഇയറിൻ്റെ റിലാക്സേഷൻ ആണ് എല്ലാവർക്കും ഇൻക്ലൂഡിങ് ജനറൽ കാറ്റഗറി എല്ലാവർക്കും തന്നെ കിട്ടുന്നത്. കൂടാതെ ബാക്കിയുള്ളവർക്ക് അവരുടെ OBC SC ST ഒക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റിലാക്സേഷൻസ് ഉണ്ട്, അതും അവർക്ക് കിട്ടുന്നുണ്ട്. ഇനി ഓരോ പോസ്റ്റിൻ്റെയും വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പോസ്റ്റിൻ്റെ വേക്കൻസീസ് ഒക്കെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10,000+ വേക്കൻസിക്കാണ് ഇപ്പോൾ 2 കൂടി ചേർത്ത് വിളിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം അതിൻ്റെ വേക്കൻസി കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെക്നീഷ്യൻ്റെയും വേക്കൻസി വന്ന സമയത്ത് വേക്കൻസി കുറവായിരുന്നു, അതിനുശേഷം പിന്നെ വേക്കൻസി കൂടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു NTPCക്കും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് മേ ബി ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കാൻ നല്ലൊരു ചാൻസസ് ഉണ്ട്. എന്നുകൊണ്ട് നിങ്ങൾക്കറിയാം ഇന്ന് മുമ്പത്തെ വർഷം വിളിച്ച സമയത്ത് 2020 ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ 2019 ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തിയത് 35,000 വേക്കൻസിക്കാണ് നടത്തിയത്. അപ്പോൾ ഈ വട്ടം 10,000 വേക്കൻസിക്ക് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ഒരു 4 വർഷത്തിന് 5 വർഷത്തിന് ശേഷം വിളിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ALPയുടെയും ടെക്നീഷ്യനൊക്കെ വേക്കൻസി കൂടിയ പോലെ തന്നെ ഇതിൻ്റെയും വേക്കൻസി കൂടട്ടെ എന്ന് നമുക്ക് വിഷയം. അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലൈക്ക് +2
മാത്രമുള്ളവർക്കും എഴുതാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു എക്സാം കൂടിയാണിത്. അപ്പോൾ ഒരുപാട് പേരും ഇപ്പോൾ അവർ +2 ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് 18 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു ഏജ് ലിമിറ്റിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ നിൽക്കുമ്പോൾ പലർക്കും അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെയിൽവേ ജോബിലേക്ക് എത്തിച്ചേരാൻ പറ്റും. വളരെ നല്ലൊരു സാലറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുത്തെ മിനിമം പേ സ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 21,000, 19,000, ഓൾമോസ്റ്റ് 20,000, 22,000 ഇടയ്ക്കാണ് മിനിമം പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെയാണ് നമുക്ക് ബാക്കിയുള്ള അലവൻസുകളെല്ലാം തന്നെ വരുന്നത്. സോ ഈവൻ ജസ്റ്റ് +2 മാത്രമുള്ളവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമുക്ക് ഈ അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടറിൽ വരുന്ന NTPC ആ ഒരു പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങളുടെ ഏജ് പക്ഷേ 18+ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. ഈവൻ നിങ്ങളിപ്പം ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയറിൽ ഒക്കെ ആണെങ്കിൽ ഒരു ഈവൻ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയർ, ഡിഗ്രിയുടെ തേർഡ് ഇയറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 18 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. എന്താണ്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം രജിസ്ട്രേഷന് പിന്നെ ഒരു മാസം ഉണ്ട്. നിങ്ങൾക്കറിയാം October 13 വരെ രജിസ്ട്രേഷൻ ഉണ്ട്. എക്സാം എങ്ങനെയായാലും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷം നമുക്കൊരു February, March, April ആ ഒരു സമയത്തെ എക്സാം കാണത്തുള്ളൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, നമുക്ക് അവിടെ മാർച്ച്, ഏപ്രിൽ ഏകദേശം ഒരു 6 തൊട്ട് 8 മാസം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ അത്യാവശ്യം നല്ലൊരു സമയം ആക്ച്വലി നമുക്ക് ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം കൂടിയാണ്. റെയിൽവേ എക്സാംസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് നടത്തുന്ന ഒരു എക്സാം കൂടിയാണ് റെയിൽവേ എക്സാംസ്. സോ അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഗ്രാജുവേറ്റ്സ് മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാജുവേറ്റ്സിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും കസിൻസും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും, അതുപോലെ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റിൽ നിൽക്കുന്ന കാറ്റഗറി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സുമായിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴേ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കറിയാം ഫ്യൂച്ചറിൽ ഇനി അടുത്ത വർഷം വിളിക്കുമായിരിക്കും. ഓറൽസ് നമുക്ക് പിന്നെയും ഇപ്പം നടന്ന കണക്ക് ഒരു 3-4 വർഷം കഴിഞ്ഞായിരിക്കും പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പം എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഇപ്പം ഈ വട്ടം നിങ്ങൾക്ക് നല്ലപോലെ ട്രൈ ചെയ്യാവുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മിസ്സാക്കാതിരിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി വേറെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ, അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറിയിലേക്ക് വരുമ്പോഴും എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെയും ആ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഒരു ട്രൈ കൊടുക്കാൻ അവരെയും മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെയും വരുമ്പോൾ എന്തൊക്കെ പോസ്റ്റുകളാണ് വരുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നമുക്ക് ഈ പറയുന്ന 21-ാം തീയതി നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ, സെപ്റ്റംബർ 21. ആൻഡ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് October 20 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതുപോലെ ട്രെയിൻസ് ക്ലർക്ക്. ഈ ഒരു 4 പോസ്റ്റാണ് നമുക്ക് അവിടെ വരുന്നത്. നമ്മൾ മേളിൽ പറഞ്ഞ പോസ്റ്റുകളുടെ ഒരു എന്താ പറയുക, ജൂനിയർ പോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അതിൻ്റെയും പേ സ്കെയിലും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് 18 ഇയേഴ്സ് തൊട്ടാണ് ആ ഏജ് ലിമിറ്റ് തുടങ്ങുന്നത്. ആൻഡ് അതിൻ്റെ ഒരു വേക്കൻസീസ് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 3,445 വേക്കൻസിയാണ് കറൻ്റ്ലി ഉള്ളത്. ഓക്കെ, 3,445. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുകൂടി നോക്കുമ്പോൾ ഏകദേശം 8,000-ഉം 3,000 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 11,500, ഓൾമോസ്റ്റ് 11,500+ വേക്കൻസിയാണ് നമുക്ക് ഇപ്പം തന്നെ ഉള്ളത്, നോട്ടിഫിക്കേഷൻ വരാനായപ്പോൾ തന്നെ. ഓക്കെ, ഫ്യൂച്ചറിൽ നമുക്ക് വേക്കൻസി കൂടട്ടെ നമുക്ക് വിഷയം. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി എക്സാം വരുന്നതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ ആ ഒരു പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, അതിൻ്റെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ്, എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ മെയിൻലി 2 എക്സാംസ് ആണ് വരുന്നത്. നമുക്ക് ആദ്യമേ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ഉം അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2ഉം. അതിൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ഉണ്ടോ ഇല്ലയോ നമുക്ക് നോട്ടിഫിക്കേഷൻ കൂടി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ക്ലിയർലി അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതിൻ്റെ PDF കൂടി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡെഫിനറ്റ്ലി നമ്മൾ ഫ്യൂച്ചറിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുമായിട്ട്. ഇനി നമുക്ക് ഇവിടെ വരുമ്പം 2 എക്സാംസ് മാത്രമാണ് മെയിൻലി വരുന്നത്. ഇപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ പറയുകയാണെങ്കിൽ 2 എക്സാം എന്തായാലും കാണും. CBT 1ഉം കാണും, CBT 2 കാണും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ഉം ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ 2ഉം. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 CBT 1 ക്ലിയർ ചെയ്യുന്നവരായിരിക്കും എഴുതുന്നത്, CBT 2യുടെ എക്സാം എഴുതുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ട്. ബിക്കോസ് ടൈപ്പിസ്റ്റ് പോലത്തെ പോസ്റ്റുകളുണ്ട്.
സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സ്കിൽ ടെസ്റ്റ് കൂടി വരുന്നുണ്ട്. സോ അത് ആ ഒരു പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ആ ഒരു സ്കിൽ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതായത് പോസ്റ്റിൽ എന്തെങ്കിലും സ്കിൽ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് മാത്രം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിവിടെ എക്സാമിലേക്ക് വരുമ്പോൾ നിൽക്കുന്നുണ്ട്, ആദ്യമേ നമുക്ക് എക്സാമാണ് വരുന്നത്. സോ എക്സാമിലേക്ക് വരുമ്പോൾ ആദ്യത്തെ CBT-1 ആ ഒരു എക്സാം പാറ്റേൺ ആണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് 3 മെയിൻ സെക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നമ്മുടെ മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. രണ്ടാമത്തെ റീസണിങ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പർലി ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയും. ആൻഡ് മൂന്നാമത്തത് ജനറൽ അവയർനെസ്. ഇങ്ങനെ 3 ഏരിയാസ് നമ്മുടെ മാത്സ്, റീസണിങ്, GK എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ഇനി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാത്സും റീസണിംഗ് നിന്നും ഒരേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 30 ക്വസ്റ്റ്യൻസ് വെച്ചാണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നതും 1 മാർക്ക് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 30 മാർക്കാണ് മാത്സിൽ വരുന്നത്, 30 മാർക്കാണ് റീസണിംഗിൽ വരുന്നത്. ആൻഡ് ഫൈനലി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ജനറൽ അവയർനെസ് ആണ്, നമ്മുടെ GA എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പോൾ അവിടെ നമുക്ക് 40 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 40 മാർക്കാണ് വരുന്നത്. മൊത്തം 100 ക്വസ്റ്റ്യൻസും 100 മാർക്കാണ് വരുന്നത്. ആൻഡ് മൊത്തം എക്സാം എഴുതാനുള്ള ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് ടൈം നടന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമുക്ക് റൈറ്റ് ആൻസർ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. അതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആൻസർ തെറ്റാണെങ്കിൽ നമുക്കവിടെ 0.33 നമുക്കവിടെ നെഗറ്റീവ് വരും. 0.33 അല്ലെങ്കിൽ 1/3 ആണ് നെഗറ്റീവ് എന്ന് പറയാം. 1 മാർക്ക് റൈറ്റ് ആൻസറിനും തെറ്റായിട്ടുള്ള ആൻസേഴ്സിന് 1/3 നെഗറ്റീവും ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു CBT-1 സിലബസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത CBT-2 ആ ഒരു എക്സാം പാറ്റേണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ CBT-2 എക്സാം പാറ്റേൺ നമുക്ക് പെട്ടെന്ന് നോക്കിയ ഒരു കാര്യം കാണാൻ പറ്റും. CBT-1 CBT-2 സെക്ഷൻസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. നമുക്കറിയാം സാധാരണ ഒരു എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ആദ്യമേ സെക്ഷൻ 1 അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ ഈ ഒരു പ്രിലിംസ് എക്സാം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ Tier 1 അല്ലെങ്കിൽ Phase 1 എക്സാം എന്നൊക്കെ പറയുന്നതിൽ ഒരു എക്സാം പാറ്റേൺ ആയിരിക്കും വരുന്നത്. അതിനുശേഷം രണ്ടാമത്തെ CBT-2 അല്ലെങ്കിൽ ഈ പറയുന്ന Tier 2 അല്ലെങ്കിൽ നമ്മുടെ മെയിൻസ് എക്സാം എന്നൊക്കെ പറയുന്നതിന് നമുക്ക് കുറച്ചുകൂടി അഡീഷണൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കാണും, എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കാണും. പക്ഷേ ഇവിടെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് എന്തായിരുന്നു നമ്മുടെ CBT-1 ഉണ്ടായിരുന്നത് അതേ സെയിം ഏരിയാസ് സെക്ഷൻസ് മാത്രമേ നമുക്ക് എവിടെയും വരുന്നുള്ളൂ, CBT-2 വരുന്നുള്ളൂ. അതേ മാത്സ്, റീസണിങ് ആൻഡ് GK. ഇനി നമുക്ക് അവിടെ വരുന്ന വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ഇവിടെ മാത്സും റീസണിങ്ങിലും 5 ക്വസ്റ്റ്യൻ വെച്ച് എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. നേരത്തെ 30 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 35 വരുന്നത്. നമ്മുടെ ജനറൽ അവയർനെസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ 40 ആയിരുന്നു, ഇപ്പം നമുക്കിവിടെ എത്ര ക്വസ്റ്റ്യൻ കൂടി കൂടിയിട്ടുണ്ട്, ഒരു 10 ക്വസ്റ്റ്യൻ കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു +10 ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു +5, ഇവിടെ ഒരു +5. സോ നമുക്ക് മൊത്തം ഒരു 20 ക്വസ്റ്റ്യനാണ് കൂടുന്നത്. സോ അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 120. നമുക്ക് മാർക്കിൽ ഒരു വ്യത്യാസമില്ല, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. സോ 120 മാർക്സ് തന്നെയാണ് വരുന്നത്. അഗെയിൻ ടൈമിൽ ഒരു വ്യത്യാസമില്ല, ഈവൻ ക്വസ്റ്റിൻ്റെ കൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിലും സമയത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അതേ 1.5 മണിക്കൂർ 90 മിനിറ്റ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും എക്സാമിന് വരുന്നത്. ഇനി നമുക്ക് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ആയിരിക്കും കിട്ടുന്നത്. അതല്ല നിങ്ങൾ റോങ് ആൻസർ ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ 0.33 അല്ലെങ്കിൽ 1/3 ആയിരിക്കും നെഗറ്റീവ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. നമ്മുടെ ഇവിടെ Tier 1, Tier 2 അല്ലെങ്കിൽ CBT-1, CBT-2 രണ്ടിൻ്റെയും എക്സാമിൻ്റെ സെക്ഷൻസ് പാറ്റേൺസ് ഒക്കെ ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ടത് നമുക്ക് അവിടെ വരുന്നില്ല. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇംഗ്ലീഷൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലാത്തൊരു എക്സാം കൂടിയാണ് റെയിൽവേയുടെ എക്സാം എന്ന് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റേ ഇല്ല റെയിൽവേയുടെ എക്സാംസിൽ. സോ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് സിലബസിൽ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ Phase 1 ആണെങ്കിലും Phase 2 അല്ലെങ്കിൽ CBT-1 ആണെങ്കിലും CBT-2 ആണെങ്കിലും നമുക്ക് എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ മാത്സിൻ്റെ ഏരിയ, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാത്സിൻ്റെ സിലബസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു പാരഗ്രാഫ് പോലാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് അതിനെ കുറച്ചുകൂടി പ്രോപ്പർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഒരു പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കത് ഓരോ ഏരിയാസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് നല്ലപോലെ ആ ഒരു ഓർഡറിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോഡമസ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ്റെ ഏരിയ, പിന്നെ ഡെസിമൽ, ഫ്രാക്ഷൻസ്, സ്ക്വയർ റൂട്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. നമ്പർ സിസ്റ്റം വളരെയധികം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ഏരിയയാണ് LCM ആൻഡ് HCF. നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു ഏരിയ. ദെൻ പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ ഉണ്ട് നമുക്കവിടെ. ദെൻ ടൈം ആൻഡ് വർക്കും പൈപ്സ് ആൻഡ് സിസ്റ്റവും ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ട്രെയിനും ബോട്ട്സും വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ എലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, മീൻ, മീഡിയൻ മോഡ്, ഗ്രാഫ് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മുടെ ഏജ്
കാൽക്കുലേഷൻ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓൺ ഏജസ് എന്നൊക്കെ പറയുന്ന ആ റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്. ദെൻ കലണ്ടർ ക്ലോക്ക്, അതാണ് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ SSCയുടെ എക്സാംസ് അങ്ങനെയുള്ളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ SSCയുടെ എക്സാംസിലൊന്നും നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റിൻ്റെ ഏരിയയിൽ ഏജസും കലണ്ടറും ഒന്നും വരാറില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റീസണിൻ്റെ ഏരിയയിലൊക്കെയാണ് ഇൻ കേസ് നമുക്ക് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കലണ്ടറും ക്ലോക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇവിടെയാണ് നമുക്ക് വരുന്നത്. ഇനി അത് കൂടാതെ തന്നെ NTPC ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ എക്സാം ആയിട്ട് നമുക്ക് എന്തായാലും ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് ആ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, മെൻസ്ട്രേഷൻ, ജോമെട്രി ഉണ്ടായിരിക്കും. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് ഈ ഒരു ഏരിയാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ കൂടി വന്നതിന് ശേഷം അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന സിലബസ് വെച്ച് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു മെൻസ്ട്രേഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ കൂടി വരുന്ന സമയത്ത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് അത് ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കൂടി വന്നതിന് ശേഷം. ഇനി നമ്മുടെ ബാക്കിയുള്ള ഏരിയസിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത നമ്മുടെ റീസണിംഗ് ഏരിയ. സോ അഗൈൻ റീസണിംഗ് ഏരിയയും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വലിയ പാരഗ്രാഫ് പോലാണ് എക്സാമിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നത്. സോ അതിനെ വളരെ പ്രോപ്പർലി നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ് ഒക്കെ ചോദിക്കാറുണ്ട്, കോഡിംഗ്, ഡീകോഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, എവിടെ ഇൻറ്റു, എവിടെ പ്ലസ്, ആ ഒരു ഓർഡർ എങ്ങനെ എന്നൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ്, അതുപോലെ തന്നെ അനലൈറ്റിക്കൽ റീസണിംഗ് ഉണ്ട്, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്, കോഴ്സ് ഓഫ് ആക്ഷൻ, അതുപോലെ തന്നെ ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ അനലോഗീസ്, റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ നമുക്ക് സിലോജിസം, ജംബ്ലിംഗ്, അതുപോലെ വെൻ ഡയഗ്രം റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ചെറിയ രീതിയിലുള്ള പസില്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഡാറ്റ സഫിഷ്യൻസിയും ഡിസിഷൻ മേക്കിങ്ങും, ചെറിയ ഡയറക്ഷൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസ്, മാപ്സ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത്. ആൻഡ് ഫൈനലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, നമ്മുടെ ശരിക്കും നമ്മുടെ റാങ്കും പോസ്റ്റും ഒക്കെ തന്നെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജനറൽ അവയർനെസ് ആണ്. ബിക്കോസ് മാത്സും റീസണിങ് എളുപ്പമായതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ട് വരുന്ന എല്ലാവരും എന്ത് ചെയ്യും, ആ രണ്ട് ഏരിയാസ് അത്യാവശ്യം നല്ലപോലെ എഴുതും. ഒരാളുടെ റാങ്കും ഒരാളുടെ പോസ്റ്റ് ഒക്കെ തന്നെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു ജനറൽ അവയർനെസ്സിൻ്റെ ഈ ഒരു ഏരിയ ആയിരിക്കും അത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. സോ അവിടുത്തെയും എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പാരഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. അത് എന്താ പറയുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആ നോട്ടിഫിക്കേഷൻ്റെ അകത്ത്. പക്ഷേ അതിന് പകരം അതിനെ പ്രോപ്പർലി എന്തൊക്കെയാണുള്ളതെന്നുള്ള പ്രോപ്പർലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. കറണ്ട് ഈവൻറ്റ്സ് ഓൺ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, നമുക്ക് കറണ്ട് അഫയേഴ്സ് നാഷണലും ഇന്റർനാഷണലും ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗെയിംസും സ്പോർട്സും, എസ്പെഷ്യലി നമ്മുടെ ലാസ്റ്റ് 2 to 3 years നടന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഗെയിംസും സ്പോർട്സും അതിൽ വിൻ ചെയ്തിട്ടുള്ള വിന്നേഴ്സിൻ്റെ ഒക്കെ തന്നെ പേരുകൾ, അവരുടെ കറസ്പോണ്ടിങ് സ്പോർട്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആർട്സ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, നമ്മുടെ ഡാൻസ് ഫോംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ, നമ്മുടെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ റീസണിലേക്ക് ലാസ്റ്റ് 3 to 4 years ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ബുക്സ് പബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ, അപ്പോൾ അതും എസ്പെഷ്യലി കഴിഞ്ഞൊരു 2 years ഇടയ്ക്ക് 3 years ഇടയ്ക്ക് ന്യൂസിൽ കൂടുതൽ വന്നിട്ടുള്ള മോണുമെൻറ്റ്സ് ആണെങ്കിൽ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു രീതിയിലായിരിക്കണം അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു 10th class, 10th CBSE, നമുക്ക് അതുപോലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു ഏരിയ. ദെൻ ബാക്കി ഏരിയസിലേക്ക് പോകുകയാണെങ്കിൽ ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്, അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവർണൻസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അവിടെ നിന്ന് വരും. അതുപോലെ ജനറൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡിങ് സ്പേസ് ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതും എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്തായിരിക്കണം നിങ്ങൾ അതും പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 to 3 വർഷത്തിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്പേസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സ്പേസ് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് UN ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഓർഗനൈസേഷൻ, അപ്പോൾ ആ ഒരു യുണൈറ്റഡ് നേഷൻസും അതുപോലെ തന്നെ വേറെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് ഓർഗനൈസേഷൻസ്, അതിൻ്റെയൊക്കെ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫെയർ ആംഗിളിൽ കൂടി കഴിഞ്ഞൊരു 1-2 years ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് നല്ലപോലെ നോക്കി നോക്കുക. അത് ഏത് വർഷമാണ് ഫോം ചെയ്ത്, അതിൻ്റെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പർ കൺട്രീസ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കി നോക്കുക. പിന്നെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കൺസേണിങ് ഇന്ത്യ ആൻഡ് വേൾഡ് അറ്റ് ലാർജ്, അപ്പം അങ്ങനെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് റിലേറ്റ് ചെയ്യുന്ന ന്യൂസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കി നോക്കുക. അത് ഏത് കൺട്രിയിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ റിമൈനിങ് ഏരിയയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ ചില ഷോർട്ട് കട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോമൺ അബ്രിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യയിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസിനെ കുറിച്ചുള്ള, എസ്പെഷ്യലി നമുക്ക് റീസണിലേക്ക് വന്നിട്ടുള്ള ടണൽസ് അങ്ങനെയൊക്കെയുള്ള വാട്ടർ വേസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യൻ എക്കണോമി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ലപോലെ നോക്കി വെക്കുക. പിന്നെ ഫേമസ് പേഴ്സണാലിറ്റീസ് ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്, പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഗവർണൻസ് പ്രോഗ്രാംസ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് സ്കീംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഫ്ലോറ ആൻഡ് ഫൺ ഓഫ് ഇന്ത്യ, ഇപ്പോൾ ഏതെങ്കിലും പുതിയ ഏതെങ്കിലും ഫ്ലോറ ആൻഡ് ഫൺ എന്തെങ്കിലും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി വെക്കുക.
ഏതെങ്കിലും ഈവൻ ഏതെങ്കിലും നാഷണൽ പാർക്കിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതായാലും ശരി, അങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിലും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കി വെക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഓഫ് ഇന്ത്യ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് സെക്ടേഴ്സും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ന്യൂസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. സോ ഇതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ജനറൽ അവയർനെസിൻ്റെ ഏരിയയിൽ പ്രോപ്പർലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോ ലിസ്റ്റിലുള്ള ഓരോ ടോപ്പിക്കും എടുക്കുക, അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന മാക്സിമം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അഫെയറിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സിൻ്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. സോ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അറ്റ് എ ടൈം കറണ്ട് അഫെയറും സ്റ്റാറ്റിക് ജിക്കെയും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോകാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടുത്തൊരു 6 മാസം 8 മാസം നല്ലപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എക്സാമിന് നല്ല സമയമുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ഏരിയസ് ഒക്കെ തന്നെ നല്ലപോലെ പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെ തന്നെ സമയമുണ്ട്. നമുക്ക് 1 മാസവും 2 മാസവും അല്ല ഉള്ളത്. നമുക്ക് ഇനി നോട്ടിഫിക്കേഷൻ വരണം, വന്നതിന് ശേഷം രജിസ്ട്രേഷൻ, അതിന് ശേഷം നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യാൻ എന്തായാലും നല്ലൊരു സമയമുണ്ട്. ബിക്കോസ് റെയിൽവേയുടെ ഒരുപാട് എക്സാം വിളിച്ചതൊക്കെ തന്നെ കണ്ടക്ട് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സമയമുണ്ട്. സോ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലും അത്യാവശ്യം നല്ല സമയം എടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം, നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ ഒട്ടും തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്യില്ല, ഈ വട്ടം കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി. സോ എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്, എസ്പെഷ്യലി ഇപ്പം +2 ഒക്കെ കഴിഞ്ഞിട്ട് പഠിച്ച് ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്തേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വർഷം ഗ്രാജുവേഷൻ കഴിഞ്ഞ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു ഫീൽഡിലേക്ക് ആദ്യമായിട്ടൊക്കെ വന്നവരാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ അതിനെക്കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ എൻട്രിയിൽ നമുക്ക് ഇതുപോലെ NTPC റെയിൽവേക്ക് വേണ്ടി ഒരുപാട് ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈവൻ നിങ്ങൾ പഠിച്ച കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമിനെ കുറിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേറെ എക്സാംസിൻ്റെ കൂടെ എഴുതാൻ പറ്റും, ഇങ്ങനെയുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ എൻട്രി ഇടുന്ന അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചത് ഏത് ഏരിയ ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിൽ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാച്ചിലേക്ക്, നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാനും, നിങ്ങൾക്ക് ഈവൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്യാനും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ, ആ ഡൗട്ട്സ് ക്ലിയർ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓഫേഴ്സ്, ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് റണ്ണിങ് ഓഫേഴ്സിൽ തന്നെ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈവൻ ആപ്പ് വഴി ഡയറക്റ്റ്ലി അഡ്മിഷൻസ് എടുക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ സമയത്തുള്ള കറണ്ട് റണ്ണിങ് ഓഫേഴ്സിൽ തന്നെ നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് നിങ്ങൾ അതിനെ ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് എത്രയും വേഗം തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 to 8 months നമുക്ക് ഇപ്പോൾ ഉണ്ട്. പക്ഷേ അഗെയിൻ ഒരു 3 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇനി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചാൽ പിന്നെ അഗെയിൻ ഒരു 3 months കഴിഞ്ഞാൽ പിന്നെ ഒരു 3 to 4 months നമുക്ക് പിന്നെ കിട്ടത്തുള്ളൂ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ എത്രയും നമ്മൾ ലാഗ് ആക്കുന്നോ അത്രയും കൂടുതൽ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യല്ലോ. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കും ജോയിൻ ചെയ്ത് എത്രയും വേഗം തന്നെ, അത്യാവശ്യം സമയമുണ്ട്, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ, നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി ഒരു സ്റ്റഡി പ്ലാനും നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ആ ഒരു സ്റ്റഡി പ്ലാനും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലാനും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു റഫ് ഐഡിയ, ലൈക്ക് നമ്മുടെ ഒരു പാറ്റേൺസും അതുപോലെ തന്നെ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഓക്കെ, സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എസ്പെഷ്യലി പഠിച്ച് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ പ്രോപ്പറായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ടോപ്പിക്സിനെയൊക്കെ മാറ്റി പ്രോപ്പർലി ലിസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോകാനുള്ള സിലബസും ആ ഒരു നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ അതും നല്ലപോലെ യൂസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ, അതുപോലെ തന്നെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആ നോട്ടിഫിക്കേഷൻ PDF പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അഗെയിൻ ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക, ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. സോ നമുക്ക് ഇനി വരുന്ന സെഷനിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.